അപ്പൊ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ വറ്റൽമുളക് 6 എണ്ണം എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 6 ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം നല്ല വെളുപ്പുള്ള ചെറുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങ വെച്ചിട്ടുണ്ട്. കണ്ടോ, തേങ്ങയുടെ ഒപ്പം നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പൊ ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഏകദേശം ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അധികം വെളിച്ചെണ്ണ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വല്ലാണ്ട് പേസ്റ്റ് പോലെയാവും. അപ്പൊ ഞാൻ ഇതിലേക്ക് ആദ്യം ചെറുള്ളി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, ഉള്ളി ഞാൻ കുറച്ചൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് വല്ലാണ്ട് വഴറ്റണ്ട, ഏകദേശം ഇതുപോലൊരു ചെറിയ ഷെയ്ഡ് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, മിക്സി ജാറിലേക്ക് ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങയാണ്. 3 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഉപ്പാണ്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ അരച്ചെടുത്തതിന് ശേഷം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്താൽ മതി. ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ടാണ് ആദ്യം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പുളിയാണ്. ഞാൻ ഏകദേശം ഉണ്ടാകണ്ട ഇതുപോലൊരു കഷ്ണം വാളംപുളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആഡ് ചെയ്യാണ്. ഇനി നമുക്കിത് അരച്ചതിന് ശേഷം പുളി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ അരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അരയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടീസ്പൂണിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അരച്ചെടുക്കാം. കണ്ടോ, നമ്മുടെ ചമ്മന്തി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചേർക്കാണ്ട് തന്നെ അരച്ചു. അതുകൊണ്ടാണ് ഇതുപോലെ നമുക്ക് ബോളാക്കാൻ പറ്റിയത് അല്ലേ. ഇതുപോലെ ബോൾ ഷേപ്പിൽ ആക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ എന്റെ ചമ്മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്